ഗുഡ് മോർണിംഗ് ഗൈസ്. ഷാഡോ ഫെക്സ് ഫുഡ് ഡെലിവറി ചലഞ്ച് ഡേ 7 ആണ് ഇന്ന്. ഇപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:25 ആയതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാം. ദോശയും പിന്നെ ഉരുളക്കിഴങ്ങും സോയാബീനിൻ്റെ കറിയാണ്, പിന്നെ കട്ടൻ ചായ ഉണ്ട്. ബാഗ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോ ഇട്ടു. ഓക്കെ ഗായ്സ്, അപ്പോൾ എണ്ണ അടിച്ചിട്ട് പോകാം കേട്ടോ. ഒരു 250 രൂപയ്ക്ക് എണ്ണ അടിക്കാം കേട്ടോ. കൊടുത്തത് നിങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ തന്നെ കൊണ്ട് കൊടുത്തു. അപ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ ഗായ്സ്. രാവിലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. ഇന്ന് ഗായ്സ് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. പുട്ട്, കടലക്കറി, ഗ്രീൻ പീസ് എല്ലാം ആണ്. കൊടുക്കാനുള്ള ഉള്ളൂരാണ് കേട്ടാ, ഉള്ളൂർ. സൊമാറ്റോയില് കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഓടിയപ്പം 4 കിലോമീറ്ററിന് 33 രൂപ, ഷാഡോ ഫെക്സിൽ 38 രൂപ. ഡിഫറൻസ് നോക്കണം. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ആണോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ, വിളിച്ചു നോക്കാം. ശരി, ഓക്കെ. ശകലം താമസിച്ചു. ശരി. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 33 രൂപ കണ്ടാണ് കിട്ടി കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ആരിയസ് ആണ്. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇരുപത്തിനാല് 98. ഗൈസ്, അപ്പോൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ കൊടുക്കാനുള്ള പൗഡിക്കോണാണ് കേട്ടോ, പൗഡിക്കോൺ. ഗൈസ്, അപ്പോൾ സിഗ്നൽ വീണിട്ടുണ്ട്. ശ്രീകാര്യ റൂട്ടാണ് പോവാനുള്ളത്. ഗൈസ്, അപ്പോൾ സമയം 8:30 ആയി കേട്ടോ. കുഴപ്പമില്ല. ഇന്നലെ 8:30 ആയപ്പോൾ ഒരു ഓർഡറാണ് മൊത്തത്തിൽ കിട്ടിയത്. ഇന്നലെ ക്യാൻസൽ ആയിപ്പോയി. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ശ്രീ ചിത്ര റോയൽ ഹോസ്പിറ്റൽ കേട്ടോ. ചിത്ര തിരുനാൾ റോയൽ ഹോസ്പിറ്റൽ. അപ്പോൾ വർക്കിംഗ് അല്ലെന്നാണ് തോന്നുന്നത്, അവിടെ പൂട്ടിയിട്ടായി. ശകലം താമസിച്ചു. ഗൈസ്, അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 34 രൂപ കിട്ടിയ കേട്ടോ. ഇത് ഹോട്ടൽ ചിന്നൂസ് ആണ്. അയ്യോ ഗൈസ്, ഇവിടെയൊക്കെ മെനിയാന്ന് വരെ ടാർ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ.
ഇപ്പോഴാണ് ടാറിട്ടത്. അത് റെഡി ആയിട്ടില്ല കേട്ടാ, ചുമ്മാ നൈസായിട്ടും ഇട്ടേക്കാണ്. ഇത് കറക്റ്റ് ലെവലല്ലേ ഇട്ടേക്കണേ. ഉള്ളതാവട്ടെ അല്ലേ, കല്ലിൻ്റെ കൂടെ ചാടി പോണേക്കാല്. ബബിളി ആയിട്ടിരിക്കണം കേട്ടോ റോഡ്, ബബിളി. നമുക്ക് രാവിലെ ഹോട്ടൽ ചിന്നൂസ് ഇല്ലേ, ഹോട്ടൽ ചിന്നൂസ് തന്നെ ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നുണ്ട്. അവിടെ 3-4 ഹോട്ടലുണ്ട് അവിടെ. മെയിൻ ഹോട്ടൽ ചിന്നൂസ് ആണ്. അതിന്റെ പിന്നെ ബ്രാഞ്ച് അല്ല, വേറെ കുറച്ച് ഷോപ്പ് കൂടെ അവിടെ ഉണ്ട് കേട്ടോ. വേറെ കുറച്ച് കടയിലും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. എഴുപത് 34. ഗൈസ്, അപ്പൊ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പറയണ അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. ഗൈസ്, അപ്പൊ കൊടുക്കാനുള്ളത് കുമാരപുരമാണ്. ശ്രീ ചിത്ര നഗർ അല്ല, സോറി, ശ്രീ ചിത്ര സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നേ നമ്മൾ കാപ്പി കുടിച്ചോണ്ട് ഇറങ്ങണോണ്ട് കൊള്ളാം. അല്ലെങ്കിൽ ഈ സമയം വിശന്ന് പണ്ടാ തുടങ്ങും മനുഷ്യൻ, ജോലി ചെയ്യാനേ തോന്നൂല. ഗൈസ്, അപ്പൊ ഒരു കാര്യം മറന്നുപോയി കേട്ടാ, നമ്മള് ഗ്ലാസ് മാറ്റി കേട്ടാ. നിങ്ങൾക്ക് മറ്റേത് പൊട്ടിയെല്ലാം പോയി, ഒരു പരുവായി. ഇത് പൊട്ടി ഒരു പരുവായി. ഗൈസ്, അപ്പൊ ഇത് ഊരിയെടുക്കാനേ ഇത് പാടുപെട്ടു കേട്ടാ. അങ്ങനെ ജാമായിപ്പോയി, കുറെ വർഷമായില്ലേ. തുരുമ്പെടുത്ത്, വെള്ളം കയറി, മഴവെള്ളം കയറി തുരുമ്പെടുക്കും. അങ്ങനെ ഗൈസ്, ഈ ബാഗ് അഴിഞ്ഞു പോണേന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇഷ്ടംപോലെ ലോഡ് കയറുന്നുണ്ടേ പെട്ടെന്ന് അഴിഞ്ഞു പോകും. ബാഗ് ഒരു പരിവായി. ഗൈസ്, അപ്പൊ ഫുള്ള് പൊടിമയമാണ് കേട്ടാ. എന്റെ പൊന്നെ, ഒന്നാമത് എനിക്ക് വയ്യ. എത്ര അടച്ചു വെച്ചിരുന്നാലും കേറും, എങ്കിലും തൊണ്ട ചെറിയ വേദനയുണ്ട് ഗൈസ്, തൊണ്ട വേദനയുണ്ട്. അതുകൊണ്ട് പൊടിയായോണ്ടേ പ്രശ്നമാണ്. വെള്ളമെങ്കിലും തൂവിയേം കൊള്ളായിരുന്നു കേട്ടാ, ഭയങ്കര പൊടി. ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശകലം താമസിച്ചു. ഗൈസ്, നമ്മൾ കൊടുത്തിട്ടുണ്ട് 43 രൂപ കണ്ടാണ് തോന്നാട്ടോ. അവിടെ സൈഡിൽ കൊടുത്തേക്കാമേ. ഗൈസ്, അപ്പൊ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പ്യാരഗൺ റെസ്റ്റോറന്റ് ആണ്. ഫോണിൽ മൊത്തം പൊടി കേട്ടോ, ഫോണിലും ക്യാമറയിലും മൊത്തം പൊടി. Come on. ഗൈസ്, ഒരു കാർ ഇതാ ഇവിടെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിട്ടേക്കാണ് കേട്ടോ, നോക്കിയാ. അതിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടിട്ടിരുന്നെങ്കിലാ ആൾക്കാർക്ക് പോവായിരുന്നു. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഗൈസ്, ഇപ്പൊ ഫുഡ് എടുത്തിട്ടുണ്ട്. കടലക്കറിയും പുട്ടുമാണ് കേട്ടോ. ഗൈസ്, അപ്പൊ കൊടുക്കാനുള്ളത് മുട്ടടയാണ്, മുട്ടട. ഗൈസ്, നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അല്ലല്ല, അവിടെ അപ്പുറത്ത് പോവാ, നടന്നു പോവാല്ലേ. ഗൈസ്, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്ക് കേട്ടോ, എത്ര റേറ്റ് ചെയ്യാൻ നോക്കിയില്ല. അപ്പൊ അടുത്ത ഓവർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അലങ്കാർ പ്യൂർ വെജ് ആണ് കേട്ടോ, കുറവാണ്.
ഗൈസ് അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പം ഐറ്റം എന്ന് പറയണത് ദോശ, പൂരി മസാല, ഇഡ്ഡലി, വടയാണ് കേട്ടോ. ഗൈസ് ഇവിടെ അടുത്തെവിടെയാണ് കൊടുക്കാനുള്ള കേട്ടാ. അര കിലോമീറ്റർ ഉള്ളൂ. ഗൈസ് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ക്യാമറ ഇപ്പോൾ ചാർജ് ചെയ്യും കേട്ടോ. 7D ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 30 രൂപയാണ് കിട്ടിയത്. അപ്പോൾ അടുത്തത് സബ്വേ ആണ് കേട്ടോ. ഓർഡർ മാറിപ്പോയി. അത് ശരി. അപ്പുറത്ത് മുത്തൂറ്റിൽ. എന്നാലും ചേട്ടൻ പൊട്ടിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അല്ല, സാധാരണ ഇവിടെയാണ് രാവിലെ ഓർഡർ കൂടുതൽ പറഞ്ഞത്. അപ്പൊ മാപ്പ് ഇങ്ങോട്ടാണ് കാണിച്ചത്. രണ്ടും അടുത്തടുത്തിരിക്കണോണ്ട്. ശരി, ഓക്കെ. അപ്പം അപ്പം നേരത്തെ ഒരു ഓർഡർ കൊടുത്തത് മാറിപ്പോയി കേട്ടോ. ഫ്ലാറ്റ് ഭാഗ്യത്തിന് പാഴ്സല് പുള്ളി പൊട്ടിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗൈസ് അപ്പം നമ്മൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പേരഗനിൽ നിന്നാണ്. ഐറ്റം തോനെയുണ്ട്. തവ ഗ്രില്ല് ഫിഷ്, ഡ്രാഗൺ ചിക്കൻ, സീസൺ പ്ലാറ്റർ, മിൻറ്റ് ലൈം, ജിഞ്ചർ ലൈം. അപ്പം നമുക്ക് കൊടുക്കാനുള്ളത് കമല നഗറാണ്, കവടിയാർ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് എടുത്തത് പേരഗൺ റെസ്റ്റോറൻറ്റ് എന്നാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല അടപ്പളവണ വെയിലാണ്. അട്ടപ്പളവണ വെയിൽ. പ്രത്യേകിച്ച് ഞാൻ കോട്ടും കൂടെ ഇട്ടെങ്ങനെയുണ്ടേ നല്ല ചൂടടിക്കും. ഇന്ന് അത്യാവശ്യം ഓർഡറുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല. ഇന്ന് അത്യാവശ്യം ഓർഡറുണ്ട്. വെയിലാണ് കേട്ടോ. പരിപ്പളവണ വെയിൽ. വെള്ളം കുടിച്ച് ഉപ്പാട് വരും. ഗൈസ് അപ്പം ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കുറച്ച് കറങ്ങി കേട്ടാ. ശരി, ഓക്കെ. ഗൈസ് അപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 59 രൂപയാണ് കിട്ടിയ കേട്ടോ. ഓർഡർ അടിച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് ആണ് ഗൈസ്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാറായി കേട്ടോ. സമയം 1:02 ഓ, ഇത് എവിടുത്തെ മനസ്സിലായ ഗൈസ്? ഇത് നമ്മളെ പേരൂക്കടയാണ്. പേരൂക്കട ഉള്ള ലഞ്ച് ബോക്സ് ആണ്. മറ്റേ പേരൂക്കട മറ്റേ ഒരു അഖിലം കോംപ്ലക്സ് അങ്ങനെ എന്തോ പറയണ ഒരു ഇതുണ്ടല്ലേ. അഖിലം കോംപ്ലക്സ് അങ്ങനെ എന്തോണ്ട് പറയണ. നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് തന്നെ പോവാനുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബൈ. ഓ, വന്ന് എനിക്ക് വന്നു.
ഇത് കാണിക്കുന്നില്ലേ? എടി കാണിക്കുന്നില്ലേ? ഇല്ല, ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കൂലേ? മേളിൽ വരും, ഇവിടെ വരും, ഇവിടെ വരും. പൈസ ഫുഡ് എടുത്തിട്ടുണ്ട്. എന്താണ് ഐറ്റം എന്ന് അറിഞ്ഞുണ്ട് കേട്ടോ. ആലു പൊറോട്ട ഡബിൾ ഓംലെറ്റ് കോംബോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കുടപ്പന കുന്നാണ് കൊടുക്കാനുള്ളത്. ഗൈസ്, അപ്പം നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇരുപത്തിനാല്. ശരി, ഓക്കെ. ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 43 രൂപയാണ് കേട്ടോ കിട്ടിയത്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് കഴിക്കണം, എവിടെയെങ്കിലും ഒതുക്കിയിട്ടേ. ഗൈസ്, അപ്പം ദോശയും ഉരുളക്കിഴങ്ങും കറിയും പിന്നെ മുളക് ചമ്മന്തിയാണ് കേട്ടോ. ഇതാണ് മുളക് ചമ്മന്തി കേട്ടോ. മുളക്, ഉഴുന്ന് എല്ലാം കൂടെ പൊടിച്ചതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. സൂപ്പർ സാധനം, ഒന്നും പറയല്ല, അടിപൊളി. ഓക്കെ, അടുത്ത ഓർഡർ ഗൈസ്. നമ്മൾ സമയം ഇപ്പോൾ 1:40. നമ്മൾ ഇതുവരെ ഓടിയ എമൗണ്ട് എന്ന് പറയണത് 401 രൂപയാണ് നമ്മൾ ടോട്ടൽ നമുക്ക് കിട്ടിയത്. 10 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 11ാമത്തെ ഓർഡർ അടിച്ച് നമ്മൾ പേരൂക്കട വലിയ കടയിൽ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച്, ഫുഡെന്ന് പറയുന്നത് ദോശ, ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ് നമ്മളെ സോയാബീൻ ഇല്ലേ അതിൻ്റെ കറി, പിന്നെ പൊടിച്ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അടിച്ചെന്ന് പറയണത് വലിയ കടയാണ് കേട്ടോ, പേരൂക്കട. നിങ്ങൾക്ക് അറിയായിരിക്കും, 2 കടയുണ്ട്. ഒന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയും ഒന്ന് അപ്പുറത്തും. ഇനി എത്ര പേരെ വേണമെങ്കിലും വർക്ക് ചെയ്യാല്ലേ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം കാശ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതിരുന്നല്ലേ പണിയാവും. കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അൾസർ വരും, അൾസർ. പിന്നെ ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല, പുളിയുള്ളത് എരിയുള്ളത് ഒന്നും കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും വയറ്റിലോട്ട് പോകണം കേട്ടോ, എന്തെങ്കിലും കഴിക്കണം. ഇന്നത് തന്നെ വേണമെന്നില്ല, എന്ത് സാധനമായാലും കുഴപ്പമില്ല. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടിയാലും അത് കഴിച്ചാലും കുഴപ്പം വരില്ല, വലിയ പ്രശ്നം വരില്ല. ഫുഡ് റെഡിയാണ് കേട്ടോ, നോക്കട്ടെ. ഫുഡ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്.
ഗൈസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 40 എത്രയാണ് കിട്ടിയാട്ടോ. ഞാൻ അവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഗൈസ് അപ്പം നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മാൾ ഓഫ് ട്രാവൻകൂറിലാണ്. മാൾ ഓഫ് ട്രാവൻകൂറിൽ എന്ന് പറയുമ്പോൾ വാവു ചൈനയില്ലേ, അവിടെയാണ് ഓർഡർ അടിച്ചിരിക്കണേ. ഏതിലാണ് പോണം? അവിടെ ഗേറ്റ് അടച്ചിനി. ഏതിലാണ് പോണം? ഇതിലേ ഇനി ലാസ്റ്റ് ഒരു ഗൈസ് മാൾ ഓഫ് ട്രാവൻകൂറിൽ വന്നാലേ ഇതുപോലെ കുറെ കറങ്ങിയാലേ പോകാൻ പറ്റൂ. ആദ്യം കുഴപ്പമില്ല, ആദ്യം ഫ്രണ്ടിൽ കൂടെയാണ് കയറ്റി വിട്ടോളുന്നത്. ഇപ്പൊ കുറെ കിടന്ന് കറങ്ങണം കേട്ടാ. ഇഷ്ടംപോലെ അങ്ങനെ യൂ ടേൺ എടുത്ത് ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ സ്ഥലം, ആവശ്യമുള്ള സ്ഥലം എവിടെ വേണോ വയ്ക്കാം. ഗൈസ് അപ്പൊ ഇവിടെയാണ് വാവു ചൈനയിലെ കട കേട്ടോ. അവിടെയാണ് തോന്നണ്. പണ്ട് എപ്പോഴോ കണ്ട പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് ചെറിയ. അറുപത്തൊമ്പത് 93 എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ചിക്കൻ ഹക്ക നൂഡിൽസും പിന്നെ വേറെന്താ ചിക്കൻ മഞ്ചൂരിയൻ. ചിക്കൻ ഹക്ക നൂഡിൽസും ചിക്കൻ മഞ്ചൂരിയനും അല്ലേ. ഇങ്ങോട്ട് ആളില്ല, അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇങ്ങോട്ട് അടിച്ചു വിട്ടത്. ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടിയേ മനഃപൂർവ്വം അടിച്ചു വിട്ടേണ്. കുഴപ്പമില്ല, ലോങ് പോകേണ്ടി വരും ചിലപ്പോൾ, അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ലുലു മാൾ വന്നതിന് ശേഷം ഇവിടെ സെയിൽ കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് നമ്മൾ ലുലു മാൾ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ടായിരുന്നേ. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ പോകുമ്പോൾ പല കടകളും അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോയി. സെയിൽ കുറഞ്ഞിട്ടായിരിക്കും മിക്കവാറും. ഇതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ കൊടുക്കാനുള്ളത് കണ്ണാന്തുറയാണ് കേട്ടോ. കണ്ണാന്തുറയാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത് കേട്ടോ. എയർപോർട്ട് റോഡ് വഴിയാണ് പോകാനുള്ളത്. ഇങ്ങോട്ടാണ് മാപ്പ് കാണിക്കുന്നത്. ചായ കുടിക്കാൻ സമയമായി ചേട്ടാ. വീട്ടിലാണെങ്കിൽ ഒരു 4:30-5 മണി ആ ഒരു ടൈമിനകത്ത് ചായയും വല്ല ചെറിയ കടിയിലും എല്ലാം കാണും. ഈ സമയത്ത് സൊമാറ്റോ ആയിരുന്ന സമയത്തെ, സ്വിഗ്ഗി അല്ല, ഷാഡോ ഫിക്സ് അല്ല, സൊമാറ്റോ ആയിരുന്ന സമയത്ത് വൈകുന്നേരമൊക്കെ സമയം കിട്ടുമായിരുന്നു ഇഷ്ടം പോലെ. സംസത്തിന്റെ അവിടെയും പാളയത്തൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഓർഡർ അടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റൂല. ഈ സമയം എന്ന് പറയുന്നത് പീക്ക് ടൈമാണ്. പീക്ക് ടൈമിൽ നമ്മൾ എവിടെയും കയറി ഓഫ്ലൈൻ ആക്കിയിട്ട് നിന്നാലേ ഓർഡർ അടിക്കൂല. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പീക്ക് ടൈമിൽ ഒരു 3 മണി തൊട്ട് അല്ലെങ്കിൽ 2 മണി തൊട്ട് ഒരു 4-5 മണി വരെയൊക്കെ പീക്ക് ടൈമാണ്. അപ്പൊ ആ ഒരു സമയത്ത് മാത്രം നിന്നാലേ നമുക്ക് വല്ല ഏർണിങ്സ് കിട്ടുള്ളൂ. എനിക്ക് മാത്രമല്ല, എല്ലാ ഡെലിവറി പോണ ആൾക്കാർക്കും അങ്ങനെ പീക്ക് ടൈമിൽ വർക്ക് ചെയ്താൽ മാത്രമേ വല്ല കിട്ടുള്ളൂ. 1 മണിക്ക് ഓഫാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത് വൈകുന്നേരം ഒരു 5 മണിക്ക് എങ്ങാനും ഓണാക്കിയാൽ പിന്നെ ഓർഡർ പതുക്കെ അടിക്കുള്ളൂ. പീക്ക് ടൈമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഓർഡർ കൊടുക്കും. മറ്റുള്ളവർക്ക് അടിക്കും, എങ്കിലും ഒന്നീ ലോങ് ഒക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ അടിക്കൂല ഓർഡർ. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അല്ല, അവിടുത്തെ ഒരു ലേഡി എടുത്തു തന്ന ഓർഡറാണ് ഞാൻ കൊണ്ടുവന്നത്. അതിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ട് നിന്നിട്ടല്ലേ എടുത്തു തന്നെ. ഞാൻ നമ്പർ പറഞ്ഞല്ലോ നിങ്ങളുടെ. ഞാൻ നമ്പർ പറഞ്ഞല്ലോ, നിങ്ങളെ മൊബൈലിൽ എവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ ഞാൻ ചെയ്തത്. ഗൈസ്, അപ്പോൾ ഓർഡർ മാറി കേട്ടോ. ഇപ്പോൾ തിരിച്ചു പോകണം. തിരിച്ചു പോയാലേ പിക്ക് ചെയ്യാൻ പറ്റും. അധികം ദൂരം വന്നിട്ടില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. അധികം ദൂരം വരാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ പണി പാളേനെ. ഗൈസ്, ഫൈനലി നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്ത് കേട്ടോ, ഞാൻ നോക്കിയില്ല എത്ര രൂപ കിട്ടിയെന്തോ. എത്തി കിടന്ന് കറങ്ങി കേട്ടോ, 1 മണിക്കൂർ കൊണ്ട് കിടന്ന് കറങ്ങി. ലൊക്കേഷൻ കറക്റ്റല്ല, എൻ്റെ കയ്യിൽ കറക്റ്റല്ല കാണിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് കിടന്ന് കറങ്ങി. ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് പറയണത്, ഏതൊരു കടയാണ് കേട്ടോ. ഗൈസ്, ഫുള്ള് ചെളിയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞെന്ന് പറയണത് കൊറോണ ഭാഗത്തോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഗൈസ്, നല്ല ഗൈസ്, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. uh, 6486 6486 അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പനോക്ക് ഫ്രൈഡ് ചിക്കനും കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ കൊടുക്കാനുള്ളത് പവർ ലിങ്ക് റോഡാണ്, കുമാരപുരം. ബാഗ് ഫുള്ള് നനഞ്ഞ് കായ്ച്ചു. കാര്യം എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നിന്ന മഴയില്ലേ, ഫുള്ള് കഴിഞ്ഞ്. ഇങ്ങോട്ടാണ് പോകാനുള്ളത്, GG ഹോസ്പിറ്റൽ റൂട്ടാണ് പോകാനുള്ളത് കേട്ടോ. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത്. ശരി, ഇത് കഴിഞ്ഞിട്ട് 68 രൂപ എത്തിയിട്ടുണ്ട് കേട്ടോ. പൈസ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സയാണ് കേട്ടോ, 2 സെറ്റ് പിസ്സയാണ്, ഒരു പെപ്സിയുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളെ ഇൻഡിക്കേറ്ററിൻ്റെ വയറിങ്ങിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ കത്തുന്നില്ല, അത് നമുക്ക് അത് റെഡിയാക്കി എടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. പിസ്സയാണ് കേട്ടോ, 2 സെറ്റ് പിസ്സയാണ്. ചിക്കൻ ബാർബക്യൂ പിന്നെ വേറെ എന്തൊക്കെ ഒരു ഐറ്റം, പിന്നെ ഒരു പെപ്സി ഉണ്ട്. കൊടുക്കാനുള്ളത് ബാപ്പുച്ചി നാറാണ്, പോങ്ങും മൂടുന്നു കൊടുത്തേക്കുന്നത് കേട്ടോ. രാത്രി വലിയ തിരക്കില്ല, സമയം ഇപ്പം 9:51. ഗൈസ്, വോയിസിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, മൈക്കിനകത്ത് ചെറുതായിട്ട് വെള്ളം ഇതിൻ്റെ ഇതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് കണക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഫംഗസ് പിടിക്കും. ഫംഗസ് കിട്ട് ഓടിപ്പോലാമ്മ, ഓടിപ്പോയി കല്യാണം താൻ കട്ടിക്കലാമ്മ, താലിയെ താൻ കട്ടിക്കിട്ട് ഓടിപ്പോലാമ്മ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ.
കരിയം അമ്പലത്തിൻ്റെ അവിടെ പുളിയറക്കോണം, കരിയം പുളിയറക്കോണം ദേവക്ഷേത്രമില്ല, അതിൻ്റെ അവിടെയും ലൊക്കേഷൻ കാണിക്കാം. ഗൈസ്, അപ്പോൾ ഒരു അടിപൊളി മഴ ടക്കനെ പെയ്ത് കേട്ടോ. ക്യാമറ ഇപ്പോൾ ചാർജ് തീരും, അപ്പോൾ എടുക്കാൻ പറ്റണത് മാക്സിമം ഫൂട്ടേജ് എടുക്കുകയാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് മഴയും പെയ്ത് ഇനി വ്ളോഗ് എടുക്കാനായിട്ട് നടക്കില്ല. പിന്നെ ചാർജ് ചെയ്യുന്നു കേട്ടോ, പവർ ബാങ്കിലും ചാർജ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഷവായി, ഷവർമ എന്തൊക്കെ ഉണ്ട് ഐറ്റംസ് കുറേ ഉണ്ട്. കൊടുക്കാനുള്ളത് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഞാൻ സ്ഥലം നോക്കിയില്ല ഇവിടെയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒഡീഷ നമ്പർ പ്ലേറ്റ്, അവിടെ നിന്നൊന്നും ഓർമ്മ തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഒഡീഷ നമ്പർ പ്ലേറ്റ് ഓടി. ഓ എൻ്റെ പൊന്നോ, ഭയങ്കര സ്മെല്ല്. ഗൈസ്, വെള്ളക്കെട്ട് ഭയങ്കര സ്മെല്ലും ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ല്. തക്കനെ മഴ പെയ്തു. ഒന്ന് നോക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല, മൊബൈൽ പോലും എടുത്തു വയ്ക്കാൻ സമയം കിട്ടിയില്ല. ചറവറ പെയ്തു. വിഷ്ണു നല്ല തിരക്കുണ്ടായിരുന്നു, അതാണ് താമസിച്ചത്. ഇപ്പോഴാണ് കിട്ടിയത്. ശരി ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 50 രൂപയാണ് കിട്ടിയത്. ഗൈസ്, നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയെന്ന് പറയുന്നത് 24 ഓവറാണ് ടോട്ടൽ നമുക്ക് കിട്ടിയത്. 1667 രൂപയാണ് ടോട്ടൽ നമ്മളെ ഏർണിങ്സ്. അത്യാവശ്യം ഓവർ ഉണ്ടായിരുന്നു കേട്ടോ. 28 കിട്ടുമെന്ന് വിചാരിച്ച് 24 കിട്ടിയിട്ടുള്ളൂ. ഗൈസ്, 1667 രൂപയിൽ 250 രൂപ നമ്മൾ രാവിലെ പെട്രോൾ അടിച്ചു. കാരണം ഞാൻ തലേ ദിവസം അടിച്ചില്ലേ, നമുക്ക് ജലദോഷമായിട്ട് നമ്മൾ തിരിച്ചു വന്നില്ലേ, അതുകൊണ്ട് നമ്മൾ അതിന് ബാക്കി പെട്രോൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുള്ളൂ. 30 രൂപ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ അത് മൈനസ് 1387 രൂപയാണ് നമ്മൾ ടോട്ടൽ ഏർണിങ്സ് ഡേ 6 കേട്ടോ. ഡേ 1 തൊട്ട് ഡേ 6 വരെ നമുക്ക് ടോട്ടൽ നമ്മളെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6128 രൂപയാണ് നമ്മളെ പ്രോഫിറ്റ്. ഇതാണ് ഡീറ്റെയിൽസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.